തിരികെ വരാം. സ്വാഗതം. വാചക രാജ റാണി വരും. അടി ചെയ്യും ഉപകാരം അണ്ണൻ തമ്പി ചെയ്യില്ല എന്ന പഴമൊഴിയുടെ ഏറ്റവും ശക്തമായ പ്രസക്തി ആവശ്യമുള്ള ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. 13 വയസ്സാകുമ്പോൾ തന്നെ പൊതുനിരത്തിലൂടെ പോകുന്ന പൊതുവാഹനങ്ങൾക്കും പൊതു മുതലുകൾക്കുമെതിരെ ആക്രമണം അഴിച്ചുവിടുന്ന സാമൂഹ്യ വിരുദ്ധമായ മാനസിക ചിന്തകളിലൂടെ കുട്ടികൾ വളരുവാനുള്ള കാരണം കൃത്യവും തക്കതുമായ ശിക്ഷ അവരുടെ ബാല്യകാലം മുതൽ അവർക്ക് നൽകാത്തത് കൊണ്ടാണ്. ഇനി തെറ്റൊന്നും ചെയ്തില്ലെങ്കിൽ പോലും വൈകുന്നേരം കുട്ടിയെ വിളിച്ച് 3 തല്ല് ഓരോ അച്ഛനും അമ്മയും കുട്ടിക്ക് നൽകിക്കഴിഞ്ഞാൽ ഈ 3നെ 2 ആക്കാനും 1 ആക്കാനും വേണ്ടി അവൻ ശരികൾ ചെയ്തു തുടങ്ങുന്ന ഒരു കാലം വരികയും ചെയ്യും. തെറ്റ് ചെയ്യുന്ന കുട്ടികളെ മാത്രമല്ല തല്ലേണ്ടത്, ശരികൾ കൂടുതൽ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രമോഷനായി, ഒരു ഉൽപ്രേരകമായി തല്ലുകൾ കൊടുക്കുകയും ചെയ്യാം. തല്ലി വളർത്താത്ത കുട്ടികൾ എല്ലാം തന്നെ നല്ല തല്ലുകൊള്ളികളായി മാറിപ്പോകും എന്നുള്ള സാഹചര്യവും നമ്മുടെ നാട്ടിൽ ഉണ്ട്. സ്വന്തം ശിഷ്യന്റെ തെറ്റിനുള്ള ശിക്ഷ സ്വയം ഏറ്റുവാങ്ങിയ അധ്യാപികയ്ക്ക് മുമ്പിൽ നിറക്കണ്ണുകളോടെ ക്ഷമയാചിച്ചുകൊണ്ട് നിന്ന ഒരു ബാലന്റെ ചിത്രം മലയാളിയുടെ മനസ്സിൽ നിന്നും ഇന്നുവരെയും മാറിപ്പോയിട്ടില്ല. സാർ, ഇതിനർത്ഥം എന്താണ്? ആയുധമല്ല, മറിച്ച് ആശയമാണ് ഇന്ന് പ്രാധാന്യമർഹിക്കുന്നത്. പല കുടുംബങ്ങളിൽ എന്തിനാണ് സാർ വടിയുടെ ആവശ്യം? സ്നേഹമാണ് അഖില താരമൂഴിയിൽ എന്ന് കവി നമുക്ക് വേണ്ടി ചൊല്ലിയപ്പോൾ എന്താണ് കവി അവിടെ അർത്ഥമാക്കിയത്? സ്നേഹത്തിലൂടെ എന്തും നേടിയെടുക്കാൻ സാധിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഒരു കുട്ടിയെ പോലും തല്ലാൻ പാടില്ല, ശിക്ഷിക്കാൻ പാടില്ല. സ്നേഹം കാതിലൂതിക്കൊടുത്ത് അവനെ ചെറുപ്പത്തിൽ തന്നെ വളർത്തിക്കൊണ്ടുവന്നാൽ നാടിനും കുടുംബത്തിനും സ്വത്തായ ഒരു വ്യക്തിയായി കൊണ്ടുവരാമെന്നാണ് എന്റെ വിശ്വാസം. സ്വാതന്ത്ര്യത്തിന് ഒരു അതിർവരമ്പ് ആവശ്യമുണ്ടെന്ന് വിശ്വസിക്കുന്നു, ഇല്ലെന്ന് വിശ്വസിക്കുന്നു? ആവശ്യം ഉണ്ട്. അപ്പൊ ഞാൻ ഇല്ല എന്നുള്ള എന്റെ അഭിപ്രായം. മാധ്യമ സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യം, രാഷ്ട്രീയ സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം എന്നിങ്ങനെ സ്വാതന്ത്ര്യത്തിന് പല മുഖങ്ങൾ കൊടുത്ത് നിർവചിക്കാം. ഈ വിഷയത്തിൽ സ്വാതന്ത്ര്യത്തിന് അതിർവരമ്പുകൾ പാടില്ല എന്ന് സംസാരിക്കുമ്പോൾ ആദ്യമായി കുറച്ച് ഓർമ്മക്കുറിപ്പുകൾ നടത്തേണ്ടതുണ്ട്. നാടകമെന്ന കലയിലൂടെ സമത്വ സ്വാതന്ത്ര്യങ്ങൾ ആവിഷ്കരിക്കാൻ ശ്രമിച്ചപ്പോൾ രാഷ്ട്രതലസ്ഥാനത്തിന്റെ നഗര തെരുവീഥിയിൽ തച്ചുകൊല്ലപ്പെട്ട സഫ്തർ ഹഷ്മി എന്ന മഹാനായ നാടക കലാകാരന്റെ ആത്മാവിന് മറുപടി പറയാൻ ഭാരതം എന്ന് നമ്മുടെ രാഷ്ട്രത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നത് ഒന്ന്. മറ്റൊന്ന്, സ്വാതന്ത്ര്യമാണ് എന്റെ നാടിന്റെ സ്വപ്നം എന്നാഗ്രഹിച്ച് കവിത എഴുതിയപ്പോൾ അന്നത്തെ കാലത്തിലെ വർണ്ണപരിയരായ പ്രിട്ടോറിയ ഭരണകൂടത്തിന്റെ വർഗീയ ചെന്നാക്കൽ കഴുകുമരത്തിലെത്തി സ്വാതന്ത്ര്യത്തിനു വേണ്ടി പാടി മരിച്ച ബെഞ്ചമിൻ മൊളോയ്സ് എന്ന മഹാനായ ദക്ഷിണാഫ്രിക്കൻ കവിയുടെ ചരിത്രം. ലോകത്തിൽ ഒട്ടനവധി രക്തസാക്ഷിത്വങ്ങൾ, ഒട്ടനവധി ദാരുണ മരണങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും ക്രിയാത്മകമായ സ്വാതന്ത്ര്യത്തിനും വേണ്ടിയാണ് നടന്നിട്ടുള്ളത്. സൽമാൻ റഷ്ദിയുടെ, കസാൻ സാക്കീസിന്റെ, PA ആന്റണിയുടെ ഒക്കെ കഥകൾ നമ്മുടെ നാട്ടിൽ സ്വാതന്ത്ര്യത്തിന് നേരിടക്കുന്ന ക്രൂരമായ അടിച്ചമർത്തലുകളാണ്. പാടില്ല. ഒരുവന് നിരത്തിലൂടെ നടക്കുമ്പോൾ വാക്കിംഗ് സ്റ്റിക്ക് വീശാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുക തന്നെ വേണം. കൺഗ്രാറ്റുലേഷൻ. ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും അപ്പുറത്ത് സാർ വിഷയത്തിനെ സംബന്ധിച്ച് സംസാരിച്ചു. വാചകരാജ ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞ നോം ചോംസ്കിയുടെ അടുത്ത് വരെ എത്തി നിൽക്കുന്ന പ്രശസ്തിയുള്ള ഒരു മഹത് വ്യക്തിയാണ് താങ്കൾ എന്നതിൽ ഞങ്ങൾ സാംസ്കാരിക കേരളം അഭിമാനിക്കുന്നു. വാക്കുകൾ കൊണ്ട് കസരത്ത് നടത്തുവാൻ അങ്ങയെപ്പോലെ മഹാനായ വ്യക്തിയുടെ മുന്നിൽ നിന്ന് ഈ വിഷയം എനിക്ക് സമർപ്പിക്കുവാൻ ഒരു 2 മിനിറ്റ് ഇപ്പോൾ എനിക്ക് ആലോചിക്കുവാൻ സമയം തരാൻ അങ്ങേക്ക് കഴിയുമോ? പറ്റില്ല. എന്തുകൊണ്ട്? അതിനുള്ള സ്വാതന്ത്ര്യം ഈ മത്സരത്തിന്റെ നിയമം അനുവദിക്കുന്നു. സ്വാതന്ത്ര്യത്തിന് പരിമിതികളില്ല എന്നുള്ള താങ്കളുടെ വാദം ഇവിടെ തന്നെ തെളിയുകയാണ്, തകർന്നടിയുകയാണ്. സ്വാതന്ത്ര്യത്തിന് പരിമിതികൾ വേണ്ട എന്നുള്ള ഒരു വാദം ഇവിടെ ഉന്നയിക്കുവാൻ അവകാശമുണ്ടായിരുന്നു എങ്കിൽ 1000 ആണ്ടുകൾ നീണ്ട സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ നൂറുകണക്കായ ധീരദേശാഭിമാനികളുടെ ചോര നേടിയെടുത്ത ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിടുവാൻ അതിനകത്ത് ജീവിക്കുന്ന ഓരോ പൗരനും അവന്റേതായ അവകാശങ്ങളും ആനുകൂല്യങ്ങളും വകവെച്ചു കൊടുക്കുന്നതോടൊപ്പം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ഒരു ഭരണഘടന നമുക്ക് ആവശ്യമായിരുന്നില്ല. സ്വേച്ഛാധിപത്യത്തിനും മുതലാളിത്തത്തിനും അസ്വാതന്ത്ര്യത്തിന്റെയും ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വിപ്ലവമെന്ന് പലപ്പോഴും നാം ഉദ്ഘോഷിക്കാറുള്ള റഷ്യൻ വിപ്ലവത്തിന് ശേഷം ആ റഷ്യയിൽ ഒരു നിയമമുണ്ടാക്കി അധികാരത്തിൽ വന്ന ഒരു സർക്കാരും ആ അധികാരത്തിന്റെയും നിയമത്തിന്റെയും പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ആ രാജ്യം വളർന്നു വന്ന സംഘാവുകളും നമുക്കൊക്കെ അറിയാവുന്നതാണ്. പക്ഷേ ആ റഷ്യയിൽ നടപ്പിലാക്കിയ സ്വാതന്ത്ര്യത്തിന്റെ പരിമിതികളെ ഒന്ന് അല്പം അയവ് വരുത്തിയപ്പോൾ സൈക്കിൾ ട്യൂബിലെ വാൽ ട്യൂബ് തുറന്നു വിടുന്നത് പോലെ ആ മഹാരാഷ്ട്രം
പിളർന്ന് കഷ്ടമായി ഛിന്നഭിന്നമായി തകർന്നു വീഴുന്ന കാഴ്ച നാം കണ്ടതാണ്. ഈ രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും അന്തസ്സും അഭിമാനവും ഉയർത്തിപ്പിടിക്കുന്നതിന് എല്ലാ തലങ്ങളിലും ഉള്ള സ്വാതന്ത്ര്യങ്ങൾക്കും നിയന്ത്രണം